வைக்கும் தெய்வங்களாக தமிழ் மக்களுடைய 12,524 ഗ്രാമപഞ്ചായത്തുകളും 123 മുനിസിപ്പാലിറ്റികളും 12 കോർപ്പറേഷനുകളുമാണ് തമിഴ്നാട്ടിലുള്ളത്. ഇവിടങ്ങളിൽ വേരുറപ്പിക്കുന്നതിന്റെ ഭാഗമായി 66,500 ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കാനാണ് തീരുമാനം. ഒരു ബൂത്ത് കമ്മിറ്റിയിൽ 30 പേരെയാണ് ഉൾപ്പെടുത്തുക. ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണം ശരിയായ ദിശയിലാണോ എന്ന് പരിശോധിക്കാൻ ജില്ലാതലത്തിൽ 5 നേതാക്കൾക്ക് ചുമതല നൽകി. മണ്ഡലം, ജില്ലാ തലങ്ങളിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് 2 ആഴ്ച മുൻപ് പൂർത്തിയാവുകയും ഭാരവാഹികളുടെ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടക്കുകയും ചെയ്തു. ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്ക് മാത്രമേ പാർട്ടി പദവികൾ ഉണ്ടാവൂവെന്ന് ഈ യോഗത്തിൽ രജനി മക്കൾ മണ്ഡലം സംസ്ഥാന സെക്രട്ടറി രാജു മഹാലിംഗം വ്യക്തമാക്കിയിട്ടുണ്ട്. ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണം കൂടി പൂർത്തിയായാൽ രജനീകാന്ത് പാർട്ടിയുടെ പേരും ചിഹ്നവും പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. പതിവ് ആരോഗ്യ പരിശോധനകൾക്കായി അമേരിക്കയിലുള്ള രജനീകാന്ത് മെയ് 5 ചെന്നൈയിൽ തിരിച്ചെത്തും. ഇതിനുശേഷം മെയ് 25 ചെന്നൈയിൽ തന്നെ ആരാധകരുടെയും രജനി മക്കൾ മണ്ഡലം ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർക്കും. ജൂൺ അവസാനമോ ജൂലൈ ആദ്യവാരമോ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.